കേസിൽ പ്രതിയാണെന്ന് പറയപ്പെടുന്ന എൻ്റെ കക്ഷിക്കെതിരെ ഒരു തെളിവുമില്ലാതെയാണ് പോലീസ് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറ്റം കോടതിയിൽ തെളിയുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥയായ സീനിയർ CPO അനിത മാധ്യമപ്രവർത്തകരോട് കുറ്റം ചെയ്തത് എൻ്റെ കക്ഷിയാണെന്ന് ഉറപ്പ് കൊടുക്കുകയും അതിന് തക്കതായ തെളിവുകളുണ്ടെന്നും പറഞ്ഞു. ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും ഇരയുടെ പരാതിയുടെ കോപ്പിയോ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ തരാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കുറ്റകൃത്യം എപ്പോ എവിടെ വെച്ച് നടന്നു എന്ന് പോലും വ്യക്തമല്ല. യുവർ ഓണർ, ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് വ്യക്തമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ടാണ് കേസിനെക്കുറിച്ചും ഇരയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തത്. ഇര മൊഴി നൽകാൻ നേരിട്ടെത്തിയ സ്ഥിതിക്ക് സത്യം എന്താണെന്ന് കോടതിക്ക് ബോധ്യമാവും. എന്നാൽ പരാതിക്കാരിയെ വിളിക്കൂ. യെസ് യുവർ ഓണർ. കേസിനോട് ബന്ധപ്പെട്ടവർ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി. ബാക്കി എല്ലാവരും പുറത്തല്ലേ? അതെ സാർ. ശരി. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം. എന്താണ് നിങ്ങളുടെ പേര്? പ്രീതി. പ്രീതിക്ക് ഇയാളെ അറിയാമോ? അറിയാം. ഗിരിശങ്കർ. ഇയാൾക്കെതിരെയല്ലേ പ്രീതി പോലീസിൽ പരാതി നൽകിയത്? അതെ. പ്രീതിയെ ഇയാൾ ശാരീരികമായി പീഡിപ്പിച്ചു എന്നല്ലേ പരാതി? അതെ. ആ പരാതിയിൽ പറഞ്ഞതെല്ലാം 100% സത്യമല്ലേ? അല്ല. വ്യക്തമായി പറയൂ, കേട്ടില്ല. സത്യമല്ല. ഗിരിയേട്ടൻ ഒരിക്കലും എന്നോട് മോശമായ തരത്തിൽ സംസാരിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഇല്ല. അദ്ദേഹം സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുന്ന ഒരാളാ. പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി ഇയാൾക്കെതിരെ കൊടുത്തത്? പേടിച്ചിട്ടാ. ആരെ പേടിച്ചിട്ട്? അച്ഛനെയും അനിത മാഡത്തിനെയും. ഗിരിയേട്ടനെതിരെ ഇങ്ങനൊരു പരാതി നൽകിയില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അച്ഛൻ പറഞ്ഞത്. ഞാൻ ഭർത്താവിൽ നിന്നും പിരിഞ്ഞഴിയുന്ന ഗർഭിണിയായ ഒരു യുവതിയാ. എനിക്ക് പോകാൻ വേറെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അനിത മാഡം ഈ പരാതിയിൽ ഞാൻ ഒപ്പുവെച്ചില്ലെങ്കിൽ എന്നെ കള്ളക്കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. എനിക്കപ്പോൾ വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ ഞാൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു നല്ല മനുഷ്യൻ ജയിലിൽ പോരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ കോടതിയിൽ സത്യം പറയാൻ ഞാൻ തീരുമാനിച്ചത്. എന്താണോ ഇത്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. യുവർ ഓണർ, എൻ്റെ കക്ഷിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്ന് പരാതിക്കാരി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഈ കേസ് തള്ളിക്കളയണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. സ്ഥലം SI ഇവിടെ ഇല്ലേ? യെസ് സർ. ഈ കൊച്ചിന്റെ അച്ഛനും ആ ഓഫീസർ അനിതയ്ക്കെതിരെയും പ്രത്യേക അന്വേഷണം നടത്തണം. യെസ് സർ. ഗിരിശങ്കർ ഈ കേസിൽ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് ഇയാളെ വിട്ടയക്കാനും ഇയാൾക്കെതിരെ തെറ്റായ രീതിയിൽ കേസെടുത്ത ഓഫീസർക്കെതിരെ നടപടിയെടുക്കാനും ഈ കോടതി ഉത്തരവിടുന്നു.